ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. അതിന് ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഗ്രീൻ ചില്ലി 3 എടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം, 2 ഉള്ളി എടുത്താൽ മതി. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില. ഇത് നമുക്കൊരു പേസ്റ്റ് ആക്കണം. ഫസ്റ്റ് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതെല്ലാം പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. എടുത്തു വെച്ചിരുന്നെല്ലാം നമ്മൾ ഇപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് സോൾട്ട്, ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മുട്ടയിലേക്ക് വെക്കാനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. 3 ബോയിൽഡ് എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ എഗ്ഗ് വിത്ത് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിൽ എല്ലാത്തിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാത്തിലും ആ ചട്നി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചാക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. വിനീഗറിൻ്റെ പുളിയും എരിവും എല്ലാം കൂടെ ചേർത്തിട്ട്, മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ എഗ്ഗ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു.